എല്ലാവർക്കും നമസ്കാരം. ഉം, എനിക്ക് തോന്നുന്നു നാലാമത്തെ അഞ്ചാമത്തെ ബാച്ച് എന്തോ ആണ് ദശമഹാവിദ്യയുടെ. ഇത് ഒരു 3-4 മാസം മുമ്പാണ് ഒരിക്കൽ അവസാനമായിട്ട് ദശമഹാവിദ്യ ക്ലാസ് നമ്മൾ ചെയ്തതെന്നാണ് തോന്നുന്നത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സമയത്താണ് നമ്മൾ ദശമഹാവിദ്യയുടെ ക്ലാസ് നടത്താൻ തീരുമാനിച്ചത്. അത് വാസ്തവത്തിൽ അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടോ ഒന്നും ചെയ്തതല്ല. അത് ആകസ്മികമായി അങ്ങനെ സംഭവിച്ചാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗതാഗത അതിന് ക്ലാസ് തീരുമാനിച്ച സമയത്ത് ഈ സമയത്തിന്റെ പ്രാധാന്യത്തെ ഓർത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണോ ചെയ്തത് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും ഈ കാലഘട്ടം കുറച്ച് പ്രാധാന്യമുള്ള കാലഘട്ടമാണ്. അതെന്താണ് എന്ന് വെച്ചാൽ ഇത് നവരാത്രിയുടെ കാലമാണ്. ആ നവരാത്രി വളരെ പ്രാധാന്യത്തോടുകൂടെ സാധകന്മാർ ഉപാസിക്കുന്ന ദേവീ സാധകന്മാർ ഉപാസിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നവരാത്രിയാണ്. നമ്മൾ പല നവരാത്രികളെയും കുറിച്ച് അറിയാം. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമ്മൾ ശാരദീയ നവരാത്രിയാണ് ആഘോഷിക്കാറുള്ളത്. നവരാത്രി എന്ന പേരിൽ സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആഘോഷം ശാരദീയ നവരാത്രിയാണ്. കുട്ടികളൊക്കെ ഓർത്തിരിക്കുന്ന നവരാത്രി ശാരദീയ നവരാത്രിയാണ്. കാരണം 3 ദിവസം സ്കൂൾ ഉണ്ടാവില്ല. അതിൽ ഏറ്റവും പ്രധാനം 2 ദിവസം പുസ്തകം തൊടണ്ട എന്നുള്ളതാണ്. അപ്പൊ എനിക്കൊക്കെ ഏറ്റവും സന്തോഷമുള്ള ഒരു ഉത്സവം നവരാത്രി കാലമായിരുന്നു. പിന്നെ വിഷുവാണ്. വിഷുവിന് 2 മാസം അവധിയാണല്ലോ. ഓണമൊന്നും അത്ര സന്തോഷം പോരാ, 10 ദിവസം കഴിഞ്ഞ് സ്കൂൾ തുറക്കും. പക്ഷേ നവരാത്രി കാലഘട്ടം വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം വിദ്യ പൂർണ്ണമായും നമ്മൾ നിർത്തി അടക്കി വെച്ചിട്ട് പിന്നെ വിദ്യാരംഭം ആണ്. ആ 2 ദിവസം, ആ 2 ദിവസമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വായിക്കാനൊക്കെ തോന്നുക. പക്ഷെ വായിച്ചാൽ ചീത്ത കേൾക്കുന്ന 2 ദിവസം ഉണ്ട്. അതുകൊണ്ട് അത് നമുക്ക് വളരെ ചെറിയ പ്രായം മുതൽ നമുക്ക് വലിയ വലിയ താല്പര്യമുള്ള ഒരു കാലഘട്ടമാണത്. സാധകർക്കായാലും അല്ലെങ്കിൽ അത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കായാലും വിദ്യാർത്ഥികൾക്കായാലും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സന്തോഷം ഉള്ളൊരു കാലഘട്ടം കൂടിയാണ് നവരാത്രി. മറ്റൊന്നല്ല, എല്ലാ വിദ്യകളുടെയും ആരംഭം കുറിക്കുന്ന ഒരു കാലഘട്ടമാണ് നവരാത്രി, ശാരദീയ നവരാത്രി. ദേവിയെ നമ്മൾ 3 ഭാവത്തിൽ, പ്രാദുർഭാവത്തിൽ അവസാനമായിട്ടും 9 ഭാവങ്ങളിൽ ആദ്യമായിട്ടും നമ്മൾ നവദുർഗാ സങ്കല്പത്തിലൊക്കെ ആഘോഷിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ നമുക്കൊന്നും അത്ര സാധകരല്ലാത്തവർക്ക് അത്ര പ്രാധാന്യത്തോടു കൂടി ഓർക്കുന്ന ഒന്നല്ല മറ്റുള്ള നവരാത്രി. അതിൽ ചില നവരാത്രി മറഞ്ഞുപോയ നവരാത്രിയാണ്. മറഞ്ഞുപോയ നവരാത്രി മറഞ്ഞുപോയ നവരാത്രി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സാധകർക്ക് അറിയുന്ന നവരാത്രി ഉണ്ട്, സാധകർക്ക് അറിയാത്തൊരു നവരാത്രി ഉണ്ട്. ഗുപ്തമായി പോയ ഒരു നവരാത്രി, അതീവ രഹസ്യ സാധനകൾക്കൊക്കെ വേണ്ടി ഉള്ള ഒരു ഗുപ്തമായ നവരാത്രി. എന്തായാലും ഈ സാഹചര്യത്തിൽ, ഈ സമയത്ത് ആകസ്മികമായിട്ടാണെങ്കിലും ദശമഹാവിദ്യകളുടെ ഒരു പഠനം അല്ലെ പഠന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഒരു നവരാത്രി കാലഘട്ടത്തിലാണ്. അത് അമ്മയുടെ ഒരു കൃപയായിട്ട് കണക്കാക്കാം എന്ന് കരുതുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണയൊക്കെ നവരാത്രിയോട് പ്ലാൻ ചെയ്തിട്ടല്ല എങ്കിൽ പോലും നവരാത്രിയോട് ചേർന്ന് വരുന്ന ഒരു സാഹചര്യങ്ങളിലാണ് നമ്മുടെ ക്ലാസ്സുകൾ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഈ നവരാത്രിക്ക് വളരെ പ്രാധാന്യം, വേറൊരു തരത്തിൽ വേറൊരു പ്രാധാന്യം. ആ പ്രാധാന്യം മറ്റൊന്നുമല്ല, ഈ നവരാത്രി ഈ 17-ാം തീയതി, ഏപ്രിൽ 17-ാം തീയതി ദശമഹാവിദ്യകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ കണക്കാക്കുന്ന ഒരു ദേവതയായ താരയുടെ ജന്മദിനം കൂടിയാണ്. താരാ നവമിയാണ്. അന്ന് തന്നെയാണ് ശ്രീരാമനവമി. അപ്പൊ താരയ്ക്കും ശ്രീരാമനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ കുറിക്കുന്ന വിധത്തിൽ ഈ നവരാത്രിയോട് ചേർന്ന് അത്രയും പ്രാധാന്യത്തോടുകൂടി താര എന്ന് പറയുന്ന ഉപാസന ദേവതയുടെ ഒരു ജന്മദിനം കൂടെ ഇതിന്റെ കൂടെ ചേർന്ന് വരുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ സാധകർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണിത്. കഴിഞ്ഞ 5
4 5 ബാച്ച്, അഞ്ചാമത്തെ ബാച്ചാണിതെന്നാണ് എൻ്റെ ഓർമ്മ. ദശമഹാവിദ്യകള് പലപ്പോഴും എന്തിനാണ് ദശമഹാവിദ്യ എന്ന പേരിൽ ഒരു ക്ലാസ് എടുക്കുന്നത് എന്ന് ചിന്തിച്ച സമയത്ത് പലപ്പോഴും ഒരു ചോദ്യം ഉണ്ടായിരുന്നത്, എന്തിനാണ് നമ്മൾ ഒരു അറിവിനെ, ഒരു പ്രാക്ടിക്കലായ അറിവിനെ തിയറട്ടിക്കലായ ഒരു ക്ലാസ്സിലൂടെ പരിചയപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ചോദ്യം. പ്രാക്ടിക്കലായ അറിവിനെ, ഇപ്പൊ നീന്തുമ്പോൾ കൈകാലുകൾ ഉയർത്തിപ്പിടിക്കണം, നീന്തുമ്പോൾ വെള്ളത്തെ കൈകൊണ്ട് തുഴഞ്ഞു മാറ്റി കാലിട്ടടിച്ച് മുന്നോട്ട് പോയാൽ അത് എന്തായി? അത് നീന്തൽ എന്ന് പറയുന്ന പ്രക്രിയയെ. അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് നീന്തലിനെ കുറിച്ചിട്ട്. അങ്ങനെ ഒരു വെള്ളപ്പൊക്കം വന്നാൽ എത്ര ആള് രക്ഷപ്പെടും? വെള്ളത്തിൽ വീണുപോയാൽ എത്ര ആള് രക്ഷപ്പെടും? നീന്തൽ പരീക്ഷയിൽ എനിക്ക് 100 മാർക്കുണ്ട്, A+ കിട്ടിയിട്ടുണ്ട്, A+. 10ാം ക്ലാസ്സിലൊക്കെ പറയുന്നില്ലേ A+ ആണ്. പണ്ടൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചാലാണ്, അല്ലേ? പണ്ടൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചാലാണ് ജയിക്കുക. ഇപ്പൊ കഷ്ടപ്പെട്ട് പഠിച്ചാലാണ് 80% മാർക്ക് കിട്ടുക, അല്ലെ 90% പോകും. അങ്ങനെയാണ് അവസ്ഥ. നന്നായി കഷ്ടപ്പെട്ടാൽ 80% നിർത്താൻ പറ്റുള്ളൂ. ഇത്തിരി ശ്രദ്ധ കുറഞ്ഞു പോയാൽ 90%, 100% ഒക്കെ ആയിപ്പോ 110 വരെ കൊടുക്കുന്നുണ്ടെന്ന് കേട്ട്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പം ഇതൊക്കെ തിയറട്ടിക്കൽ ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടായിട്ട് എന്താ കാര്യം? വളരെ പ്രാക്ടിക്കലായ പ്രായോഗികതയുടെ മാർഗത്തിൽ സഞ്ചരിക്കേണ്ട ഒരു കാര്യത്തിൽ തിയറട്ടിക്കലായ ഒരു അറിവ് ഉണ്ടാവുന്നതുകൊണ്ട് എന്താണ് കാര്യം? അതാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ എന്താണ് ഈ പ്രാക്ടിക്കൽ നോളജും തിയറട്ടിക്കൽ നോളജും എന്നുള്ള വ്യത്യാസത്തെ ആദ്യം സംസാരിച്ചുകൊണ്ട് പറയാം എന്ന് കരുതും. ലോകത്തിന്റെ ചരിത്രത്തെ നമ്മൾ നോക്കിയാൽ, വിശിഷ്യ ലോകത്ത് അറിവ് എന്നൊരു കാര്യത്തെ തിരഞ്ഞു പോയ ആളുകളുടെ ചരിത്രത്തെ നോക്കിയാൽ, അറിവ് എന്ന കാര്യത്തെ തിരഞ്ഞു പോയ ആളുകൾ, എന്താ അങ്ങനെ പറയാൻ കാരണം? അറിവ് എന്ന് പറയുന്ന കാര്യത്തെ തെരഞ്ഞു പോവാത്ത ആൾക്കാരുള്ള സ്ഥലം ഉണ്ടായിട്ടുണ്ട്. അത് ഏത് നാട്ടിലെ ആൾക്കാരെ അങ്ങനെ തെരഞ്ഞു പോവാതിരുന്നത്? തെരഞ്ഞു പോവാതിരുന്നത് തീർച്ചയായിട്ടും ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും അല്ലെങ്കിൽ മറ്റുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുതിക്കൊണ്ട് ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ജനതയ്ക്കും അറിവ് തെരഞ്ഞു പോവാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വാമി വിവേകാനന്ദൻ വളരെ കാര്യമായിട്ട് പറയുന്ന ഒരു പ്രസ്താവന ഉണ്ട്. അത് പലപ്പോഴും മിസ്കോട്ട് ചെയ്യാറുണ്ട് ആൾക്കാർ, തെറ്റായി ഉദ്ധരിക്കാറ്. എന്താണത്? വിശക്കുന്നവനോട് വേദാന്തം പറയരുത്. അപ്പൊ എന്താ മനസ്സിലാക്കുക? സ്വാമി വിവേകാനന്ദൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം വേദാന്തം അല്ല പറയേണ്ടത്, വിശക്കുന്ന ആൾക്കാരെ വിശപ്പ് മാറ്റാനുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ വേണം വ്യാഖ്യാനിക്കുക. അങ്ങനെയാണല്ലോ, നമുക്ക് ഇഷ്ടമുള്ള പോലെ വ്യാഖ്യാനിക്കാം. പക്ഷെ അതാണോ അതിന്റെ യഥാർത്ഥ അർത്ഥം? അല്ല. വിശക്കുന്നവൻ ഒരിക്കലും വേദാന്തം ചിന്തിക്കാനുള്ള നേരം ഇല്ല. പിന്നെയോ വിശക്കുന്നവന് വിശപ്പ് മാറ്റാനുള്ള ഓട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് അറിവ്, അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അറിവുകൾ ഉണ്ടാക്കുക. എവിടെയാ നല്ല ഇരയെ കിട്ടുക, എവിടെയാ നല്ല ഭക്ഷണം കിട്ടുക, എവിടെയാ നല്ല വെള്ളം കിട്ടുക, ഇങ്ങനെയൊക്കെ ആദ്യകാലത്ത് അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാവുള്ളൂ. പക്ഷേ ചില നാടുകളിൽ, അതായത് ചില നാട്, വിശിഷ്യ കിഴക്കൻ നാടുകൾ, പൗരസ്ത്യ ദേശങ്ങളിൽ, ഭാരതം, ചീനം, അങ്ങനെ നോക്കി ഫാർ ഈസ്റ്റിലേക്ക് പോയ ബർമ്മയ്ക്ക് അപ്പുറത്തേക്കുള്ള സ്ഥലങ്ങൾ, കുറെയൊക്കെ ഇപ്പുറത്തെ ഭാഗത്ത് പേർഷ്യയോട് ചേർന്ന് അഫ്ഗാൻ, പേർഷ്യ, ഇന്നത്തെ പാകിസ്ഥാൻ, അതൊക്കെ ഇന്നത്തെ പാകിസ്ഥാൻ പഴയ ഭാരതം തന്നെ, ആ ഭാഗങ്ങൾ, മഹാചീനം, ചീനം, ഭാരതം, ഫാർ ഈസ്റ്റ് എന്ന് നാം പറഞ്ഞ കംബോജം എന്നൊക്കെ, ഇന്നത്തെ കംബോഡിയ എന്നൊക്കെ പറഞ്ഞ ആ ഭാഗങ്ങൾ, അവിടങ്ങളിലൊക്കെ ജനത കാര്യമായി അറിവ് തിരയാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തറിവ്? അവനവൻ ആര്,
എന്ന തിരിച്ചറിവ്, അവനവൻ ആര് എന്ന തിരിച്ചറിവ് ഉണ്ടാവണമെങ്കിൽ അവനവന് അവന്റെ അസ്തിത്വത്തെ നിലനിർത്താനുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കണം. അതായത് സുഖസുന്ദരായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കാൻ പറ്റുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് വരുള്ളൂ? ഫിലോസഫി വരുള്ളൂ. വലിയ അധികമൊന്നും ചിന്തിക്കാനില്ല. നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ഈ സമയം ഒരുപാട് പ്രാരാബ്ധങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിൽ ഈ ക്ലാസ് ഇങ്ങനെ കേൾക്കാൻ പറ്റുമോ? പറ്റൂല. സത്യമാണത്. സത്യസന്ധമായിട്ട് നമ്മൾ ചിന്തിക്കണം. വളരെ കഠിനമായിട്ടുള്ള പ്രാരാബ്ധങ്ങൾ, നാളത്തെ കാര്യം പോക്കാണ് എന്ന അവസ്ഥ ഇന്നുണ്ടെങ്കിൽ സ്വസ്ഥമായിട്ടിരുന്ന് കേൾക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളൊക്കെ ഒരു തരത്തിൽ ഭഗവതിയുടെ കടാക്ഷം ലഭിച്ച ആൾക്കാരാണ്. അമ്മയെക്കുറിച്ച് അറിയാൻ ഉള്ള സൗകര്യം അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എന്നിട്ടും അറിയാത്തവരുണ്ട്. വേറെ ആൾക്കാർ, ഓരോ കാര്യം പറയണ്ട. അമ്മയെക്കുറിച്ച് അറിയാൻ, തന്നെക്കുറിച്ച് അറിയാനുള്ള സൗകര്യം അമ്മ തന്നവരാണ് നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ പറയാനുണ്ട്. അതുകൊണ്ടല്ലേ പറയാൻ പറ്റുന്നത്, അതുകൊണ്ടല്ലേ കേൾക്കാൻ പറ്റുന്നത്. അതുപോലെ ആ അവനവനെ കുറിച്ചുള്ള അറിവ് ഉണ്ടാക്കാൻ സൗകര്യമുണ്ടായിരുന്ന ഒരു ലോകത്ത് എല്ലായിടത്തും ഉണ്ടായി വന്നിട്ടുള്ള ചില ആശയധാരകൾക്ക്, ചില സ്ട്രീംസ് ഓഫ് നോളജിന് ഒരു ഏകതാനതയുണ്ട്, ഒരു സിമിലാരിറ്റി ഉണ്ട്. ആ സിമിലാരിറ്റി എന്താണ് എന്ന് അന്വേഷിക്കുന്ന സമയത്ത് പൗരസ്ത്യ നാടുകളിൽ, വിശേഷിച്ച് നമുക്ക് ഭാരതത്തിന്റെ കാര്യം മാത്രം പറയാം, ബാക്കിയുള്ള നാടുകളിലേക്കൊക്കെ പോയാൽ നമ്മൾ ഈ ക്ലാസ് തീരൂല. അത്രയും കാര്യങ്ങൾ പറയാനുണ്ടോ. ഷിൻഡോ മതത്തെക്കുറിച്ചും താവോ മതത്തെക്കുറിച്ചും ബോൺ മതത്തെക്കുറിച്ചും ഒക്കെ പറയാൻ പോയാൽ അതൊക്കെ അത്രയും വിപുലാണ്. ഇതുപോലെ തന്നെ വിപുലങ്ങളാണ്. വിശേഷിച്ച ഭാരതത്തെക്കുറിച്ച് മാത്രം നമുക്ക് പറയാം. ഭാരതത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു ചിന്ത ഭാരതത്തിന്റെ ആദിമമായ അടിത്തട്ടില് വേരൂന്നി കിടക്കുന്നു. ആ വേരൂന്നിയിരിക്കുന്ന ചിന്ത മറ്റൊന്നുമല്ല, താൻ ആരാണ് എന്ന് അറിയണമെന്നുള്ള ത്വരയാണ്. ഇവിടെ ജനിച്ച ഏതൊരു കുഞ്ഞിനും അടിസ്ഥാനപരമായി താൻ ആരാണ് എന്ന് അറിയാനുള്ള ത്വര സഹജമായി ഉണ്ടായിരിക്കും. ഈ അടുത്ത് വളരെ രസകരമായൊരു വീഡിയോ ഞാൻ കണ്ടു. അത് മറ്റാരുമല്ല, അത് ഓഷോ രജനീഷിന്റെ ഒരു ടോക്കാണ്, ഒരു ക്ലിപ്പാണ്. ആ ക്ലിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട്, വി കുഡ് ഹാവ് റീച്ച് ദ ഫാർത്തസ്റ്റ് ഓഫ് ദ ഫാർത്തസ്റ്റ് സ്റ്റാർസ്. നമുക്ക് ചന്ദ്രനിലൊന്നുമല്ല, വിദൂരങ്ങളിൽ കിടക്കുന്ന നക്ഷത്രങ്ങളിൽ വരെ എത്തുമായിരുന്നു ഭാരതീയൻ. കാരണം നമ്മുടെ അടുത്തുള്ള മാത്തമാറ്റിക്സ് ഇന്ന് ലോകം എത്തി നിൽക്കുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സിലും അഡ്വാൻസ്ഡ് ആയിരുന്നു ആ കാലത്ത്. നമ്മുടെ അടുത്തുള്ള ശാസ്ത്രചിന്തയിൽ നമുക്ക് എന്തുണ്ടായിരുന്നു? നമുക്ക് ബുധന്റെ ഭാരം, ബുധൻ എന്ന് പറഞ്ഞ ഗ്രഹത്തിന് എത്ര വെയിറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് സൂര്യനിലേക്ക് എത്ര ദൂരമുണ്ട് എന്ന് പറയുന്നുണ്ട് ദേവീഭാഗവത്തിൽ. അങ്ങനെ ഓരോ ഖഗോളങ്ങളെ കുറിച്ചും അതിസൂക്ഷ്മമായ ഒരു അറിവുണ്ടായിരുന്ന ജനത പക്ഷെ ചന്ദ്രന്റെ കാല് കുത്തുപോലും ചെയ്തില്ല. ഉണ്ടോ? നീൽ ആംസ്ട്രോങ് അല്ലേ പോയത്? നാസ അല്ലേ വിട്ടത് മുകളിലേക്ക്? റഷ്യ അല്ലേ, സോവിയറ്റ് റഷ്യ അല്ലേ യൂറി ഗഗാറിന് ഇവിടേക്ക് അയച്ചത്? പക്ഷെ നമ്മൾ പറയും ആര്യഭട്ടൻ ഉണ്ടായിരുന്നു, ഭാസ്കർ ഉണ്ടായിരുന്നു, പല ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അവർ അതിലേക്കൊന്നും, ഒരു വലിയ ചിന്തയാണ്, വലിയൊരു ചോദ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മളടുത്ത് ചോദിക്കും, നമ്മൾ പറയും ആർഷഭാരത സംസ്കാരത്തിന്റെ മഹാഋഷിമാരെ കുറിച്ച് അറിയാമോ? അവരൊക്കെ ആരൊക്കെയാണെന്ന് അറിയോ? ആര്യഭട്ടൻ, ഭാസ്കരൻ, വരാഹമിഹിരൻ. എന്നിട്ട് നമ്മൾ ഇമ്മാതിരിയൊക്കെ പറയുമ്പോൾ വീട്ടിലായിരിക്കും, എന്നിട്ട് ഈ ആര്യഭട്ടൻ അല്ലല്ലോ മുകളിൽ പോയത്, നീൽ ആംസ്ട്രോങ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ശരിയാണല്ലോ എന്നൊരു ചോദ്യം നമ്മളുള്ളിൽ വരും. എല്ലാ കാലത്തും എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. ഭാരതത്തിന്റെ മഹിതമായ ശാസ്ത്ര പാരമ്പര്യത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഞാൻ ആലോചിക്കും,
എന്നിട്ട് എന്താ നമ്മൾ ഇതൊന്നും കണ്ടുപിടിക്കാഞ്ഞ്? കണ്ടുപിടിച്ചതിന്റെ അതാണ് ഇത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരിക്കലും ഒരു വലിയ വേദിയിൽ വെച്ചിട്ട്, വലിയൊരു വേദി, ആ വേദി ഏതാന്ന് പറയില്ല, ആ വേദിയിൽ വെച്ചിട്ട് മൈത്രാവരുണ അഗ്നി ഉണ്ടാക്കി കാണിച്ചു. മൈത്രാവരുണ അഗ്നി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മൈത്രാവരുണൻ ആരാ? മിത്രനും വരുണനും. മൈത്രാവരുണൻ ആരാ? മിത്രന്റെയും വരുണന്റെയും മോനാരാ? അഗസ്ത്യൻ. അഗസ്ത്യ സംഹിതയിൽ പറഞ്ഞിരിക്കുകയാണ് വൈദ്യുതി ഉണ്ടാക്കാൻ. മൈക്കൽ ഫാരഡെ ജനിക്കുന്നതിന് മുമ്പ് ഒരു മൺപാത്രത്തില് കുറച്ച് നാരങ്ങ നീരൊക്കെ ഒഴിച്ച് അതിൻ്റെ അകത്തൊരു നാഗത്തിന്റെ പീസും സിങ്കിന്റെ പ്ലേറ്റും ഒരു ചെമ്പിന്റെ പ്ലേറ്റും വെച്ച് ഒരു LED ബൾബ് ഇങ്ങനെ കത്തിച്ച് കാണിച്ചു നമ്മൾ. എന്നിട്ട് പറഞ്ഞു, കണ്ടോ മൈത്രാവരുണ അഗ്നി ഉണ്ടാക്കുന്നതിനെ പറ്റി അഗസ്ത്യം പറഞ്ഞിട്ടുണ്ട് എന്ന്. ആ അമ്മ വിജൃംഭിച്ചു പോയ നിമിഷമാണത്. അപ്പൊ ഞാൻ ആലോചിച്ചത്, മൈത്രാവരുണ അഗ്നി പോയിട്ട് ഇപ്പം വയറില്ലാണ്ട് ചാർജ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി വരെയായി. അപ്പോഴാണ് നമ്മൾ ഒരു പാത്രത്തിന്റെ അകത്ത് 2 ഇത് കുത്തി വെച്ചിട്ട് LED കത്തിച്ച് കാണിക്കുന്നത്. അഗസ്ത്യം പറഞ്ഞിട്ട് ആ കാലത്ത് നമ്മൾ അതിന്റെ പുറകെ പോയില്ല. ഫാരഡെയാ പോയത്, നമ്മൾ പോയില്ല. എന്തുകൊണ്ട്? ഒരു ചോദ്യ. ഞാൻ അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ എന്താണ് രാംചന്ദ് എങ്ങനെ സംസാരിക്കുന്നത്, പൊതുവെ എങ്ങനെ പറയാറില്ലല്ലോ, ഇത് മൊത്തം ഭാരതത്തിന്റെ ശാസ്ത്രത്തിനെയാണല്ലോ ചീത്ത പറയുന്നത് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഈ ചോദ്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ ഒരുപാട് കാലമായിട്ടുണ്ടായ ഒരു ചോദ്യം. ആ ചോദ്യത്തിന് വലിയ ഉത്തരം കിട്ടി. ആ ചോദ്യങ്ങൾക്ക് എന്തുത്തരം കിട്ടിയാലും, എത്ര ന്യായീകരിച്ച് ഉത്തരം പറഞ്ഞാലും, പല ന്യായീകരണങ്ങൾ പറയും നമ്മൾ, വ്യാഖ്യാനങ്ങൾ പറയും. പക്ഷെ ആ വ്യാഖ്യാനങ്ങളൊക്കെ യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ തോറ്റു വന്ന വ്യാഖ്യാനങ്ങളാണ്. നമ്മളെ കുട്ടികളെയൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ വെറുതെ വ്യാഖ്യാന ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കുന്ന വ്യാഖ്യാനം കൊണ്ടുവരില്ലേ, ഡോണ്ട് ടെൽ അസ് ലെയിം ലോജിക്, ഞങ്ങളെ നാട്ടിലൊക്കെ പറയും നൊണ്ടി ന്യായം പറയാന്ന് പറയും. അങ്ങനത്തെ ന്യായം കൊണ്ടുവരരുത് എന്ന് കുട്ടികൾ പറഞ്ഞ് കളിയാക്കും. അങ്ങനത്തെ ഉത്തരങ്ങളെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ചിന്തിച്ചിട്ട്. ശോഷ സംസാരിച്ചപ്പം അതെന്നെ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ആ ഉത്തരം ഇതായിരുന്നു: ദ ബ്രൈറ്റസ്റ്റ് ഓഫ് ദ ബ്രൈറ്റസ്റ്റ് മൈൻഡ്സ് ഇൻ ഇന്ത്യ, ഭാരതത്തിൽ ജീവിച്ചിരുന്ന അതിബുദ്ധിമാന്മാരും തേജസ്വികളും വിജ്ഞന്മാരും were influenced by ശങ്കര, യാജ്ഞവൽക്യ, അങ്ങനെ അനവധി ഋഷിമാരുടെ പേര് പറയാം. എന്ന് വെച്ചാൽ ഭാരതത്തിൽ ജീവിച്ചിരുന്ന ഐൻസ്റ്റീൻ ഇരുന്നവർ, ന്യൂട്ടൺ ആവേണ്ടിയിരുന്നവർ, അങ്ങനെയുള്ളവരൊക്കെ സ്വാധീനിക്കപ്പെട്ടത് ആത്മജ്ഞാനികളെ കൊണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് നമുക്ക് ഒരു സമയത്ത് തോന്നിയത്, നാം എന്ത് ബാഹ്യ പുരോഗതി ഉണ്ടാക്കിയാലും അതിനെല്ലാം കവച്ചു വെക്കുന്ന ഒന്നുണ്ട്, അത് ആത്മാവിന്റെ പുരോഗതിയാണ് എന്നുള്ള, ആത്മാവിന്റെ പുരോഗതിയാണ് എന്നുള്ള. എന്ന് വെച്ച് ബാഹ്യ പുരോഗതിയെ നാം എതിർത്തിട്ടൊന്നുമില്ല. ബാഹ്യ പുരോഗതി അന്ന് സംഭവിക്കാവുന്ന ഏറ്റവും മനോഹരമായ, ഏറ്റവും ഓർഗനൈസ്ഡ് ആയ വിധത്തിൽ സംഭവിച്ചത് കൊണ്ട് നമുക്ക് സമ്പത്തും ഐശ്വര്യവും സമാധാനവും 4 നേരം ഭക്ഷണം കഴിച്ച് ബ്രഹ്മസൂത്രത്തെ കുറിച്ച് ആലോചിക്കാനുള്ള എന്തുണ്ടായി, വകുപ്പും ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വി വേർ എ പ്രോസ്പെറസ് കൺട്രി, നമ്മളൊരു സമ്പന്നമായ രാഷ്ട്രമായി. സമ്പന്നമായ ഒരു രാഷ്ട്രത്തിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ആത്മവിദ്യ തിരയുന്നവരുണ്ടാവും. ദരിദ്രവാസികളെ രാജ്യത്തിൽ എന്തുണ്ടാവില്ല, ആത്മവിദ്യ ഉണ്ടാവില്ല. ഞങ്ങളിങ്ങനെ പട്ടിണി കിടന്നിട്ട് ബ്രഹ്മത്തിനെ എങ്ങനെ ആലോചിക്കുക, നടക്കൂല. പട്ടിണി കിടന്നിട്ട് അതേക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാകേണ്ട പുരോഗതികളൊക്കെ ഉണ്ടായിട്ടാണ്
നമ്മൾ ആത്മവിദ്യയെക്കുറിച്ചും ചിന്തിച്ചത്. ഉണ്ടാവേണ്ട എല്ലാ പുരോഗതികളും ഉണ്ടായി, അന്ന് ഉണ്ടാവേണ്ട എല്ലാ പുരോഗതികളും ഉണ്ടായി. അതുകൊണ്ട് ലോകത്ത് എവിടെയെങ്കിലും ഒരു കപ്പൽ, ഒരു നൗക കടലിന്റെ ഓളപ്പരപ്പുകളെ കീറി മുറിച്ചുകൊണ്ട് ഒരു നാട് തേടി വരുന്നിട്ടുണ്ട് എങ്കിൽ, ലോകത്ത് എവിടെയെങ്കിലും ഒരു വിദ്യാർത്ഥി അറിവ് തേടിക്കൊണ്ട് തൻ്റെ ആദ്യത്തെ കാലെടുത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എങ്കിൽ, അത് ഈ ഒരൊറ്റ രാഷ്ട്രത്തെ നോക്കിയായിരുന്നു. ആ രാഷ്ട്രത്തിന്റെ പേര് അറിവിൽ രമിച്ചിരുന്ന ഭൂമി എന്നാണ്. ഭാരതം. ഭാസം എന്നാൽ അറിവ് എന്നാണ്. രതി എന്നാൽ രമിക്കുക, സന്തോഷിക്കുക എന്നുള്ളതാണ്. അത് കേവലമായ അറിവല്ല, ആത്മാനന്ദത്തെ തരുന്ന അറിവ്. ആ ആത്മാനന്ദത്തെ തരുന്ന സമയത്ത് തന്നെ നമ്മൾ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ തന്ത്രത്തിന്റെ ഒരു ഫിലോസഫി ആയിട്ട് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ആത്മന് മോക്ഷത്തിനായിക്കൊണ്ട്, ജഗത്തിന് ഹിതത്തിനായിക്കൊണ്ട്. ആത്മന് മോക്ഷത്തിനായി ചെയ്യുന്നതെല്ലാം ജഗത്തിന് ഹിതത്തിനായി വരുന്നു. ആത്മാവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് ജഗത്തിന് ഹിതത്തിനായി കൊണ്ടുവരണം. താൻ ഒറ്റയിൽ ബ്രഹ്മപദം കൊതിക്കലല്ല നമ്മുടെ സന്യാസിമാരുടെ ചാരിതാർത്ഥ്യം. പിന്നെയോ മറ്റുള്ളവരെ, തന്നാൽ കരയേറേണ്ടവരെ പിടിച്ചു കയറ്റുന്ന. അങ്ങനെ തന്നാൽ കരയേറേണ്ടവരെ പിടിച്ചു കയറ്റാൻ, ലോകത്തിന് നൽകേണ്ട കാര്യങ്ങൾ നൽകാൻ ഈ പറയുന്ന ഈ ഭൂവിഭാഗത്ത് ഉണ്ടായി വന്ന ഒരു ശാസ്ത്രത്തിന്റെ പേര് തന്ത്രം എന്നാണ്. തൻ്റെ അറിവിന്റെ ചക്രവാള സീമയ്ക്ക് വ്യാപ്തി കൂട്ടുന്ന ഒന്നാണ് തന്ത്രം. തന്യത്തെ വിസ്താരത്തെ ജ്ഞാനം അനേന ഇതി തന്ത്രം. തൻ്റെ അറിവിന്റെ ചക്രവാള സീമകൾക്ക് ഏതൊന്നാണോ വ്യാപ്തി ഉണ്ടാക്കുന്നത് അതാണെന്ത്? തന്ത്രം. ആ തന്ത്രം രണ്ട് വഴിയിലാ സഞ്ചരിച്ചത്. ഒന്ന് തികച്ചും ആത്മനിഷ്ഠമായ വഴിയിൽ. അതാരാ? ശിവൻ ആരാണ് എന്ന അന്വേഷണം. ആരാണ് ശിവൻ? ഞാൻ തന്നെയാണ് ശിവൻ. ഞാനാകുന്ന ശിവനെ അന്വേഷിക്കുന്ന ഒരു പാത. ഞാനാകുന്ന ശിവനെ അന്വേഷിക്കാൻ വീണ്ടും രണ്ട് പാത. ഒന്നേതാ? ഒന്ന് തികച്ചും ആന്തരികമായി ഉള്ളോട്ട് സഞ്ചരിക്കുന്ന ഒരു പാത. പിന്നെയോ തികച്ചും ബാഹ്യമായി പുറത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു പാത. ലോകത്തെക്കുറിച്ച് മുഴുവൻ അറിയണമെങ്കിൽ അവനവനെ കുറിച്ച് മുഴുവൻ അറിഞ്ഞാൽ മതി എന്ന ചിന്ത. അവനവനെ കുറിച്ച് മുഴുവൻ അറിയണമെങ്കിൽ, അതാണല്ലോ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം, ലോകത്തെക്കുറിച്ച് മുഴുവൻ അറിഞ്ഞാൽ മതി എന്ന ചിന്ത. അതുകൊണ്ട് ഭാരതത്തിൽ ബാഹ്യമായോ ആന്തരികമായോ നമ്മൾ എന്തെങ്കിലും ഒരു യാത്ര നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഫോക്കസ് പോയിന്റ് ഒന്നാണ്. അത് താൻ ആരാണെന്ന് എന്ന അറിവാണ്. ആ അറിവിനെ തേടല. അവിടെയാണ് ശാസ്ത്രവും ആത്മീയതയും രണ്ട് വിഭിന്നങ്ങളായ മാർഗം സ്വീകരിക്കും. ഞാൻ ശാസ്ത്രം എന്ന് പറയുന്ന സമയത്ത് ഒരു വെസ്റ്റേൺ സയൻസിനെയാണ് കേട്ടോ പറയുന്നത്. ഭാരതത്തിന്റെ ശാസ്ത്രം എന്നല്ല, വെസ്റ്റേൺ സയൻസ് ആണ്. വെസ്റ്റേൺ സയൻസിന്റെ അടിസ്ഥാനപരമായ എൻക്വയറി താൻ ആരാണ് എന്ന് അറിയലല്ല, താൻ അതിന്റെ സെന്ററല്ല. താൻ അറിയുന്ന ആളാണ്, താൻ ഇതൊക്കെ മനസ്സിലാക്കേണ്ട ആളാണ്. അതൊക്കെ എന്തിനാ മനസ്സിലാക്കുന്നത്? അത് അറിവിന് വേണ്ടി മനസ്സിലാക്കുക. പക്ഷേ നമ്മുടെ ശാസ്ത്രം, ഏത് ശാസ്ത്രം ആയിക്കോട്ടെ, ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള ഏത് ശാസ്ത്രങ്ങളായിക്കോട്ടെ, ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള ഭൗതിക ശാസ്ത്രം ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, ഏത് ശാസ്ത്രത്തെ നിങ്ങൾ ആഴത്തിൽ നോക്കിയാലും, ഇനി കലകളായിക്കോട്ടെ, അതിപ്പോ എന്ത് കലകളായിക്കോട്ടെ, ഭരതനാട്യമോ സംഗീതമോ കുച്ചിപ്പുടിയോ എന്തെങ്കിലും ആവട്ടെ, അതിനെല്ലാം നോക്കിയാൽ അതിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കുന്നത്
ഒരേ ഒരു ചോദ്യമാണ്, താനാരാ. അതുകൊണ്ട് ഭാരതത്തിൽ നിങ്ങൾ ഒരു രസതന്ത്രം ചെയ്യുന്ന ആളോട്, ഹിന്ദു കെമിസ്ട്രി ചെയ്ത ഒരാളോട് ചോദിക്കുക, നിങ്ങൾ എന്തിനാണ് മെർക്കുറി ആയിട്ട് ഇടപെടുന്നത്? മെർക്കുറി രസം ആയിട്ട് ഇടപെടുന്നത് എന്തിനാ എന്ന് ചോദിച്ചാൽ അയാളുടെ ഉത്തരം എന്തായിരിക്കും എന്നറിയോ? ശിവൻ ആരാണ് എന്ന് അറിയാൻ. ആരാണ് ശിവൻ? ഞാൻ തന്നെ. ഒരു ഭൗതിക ശാസ്ത്രജ്ഞനോട് നിങ്ങൾ ചോദിക്കുക, എന്തിനാണ് നിങ്ങൾ ഈ ഭൗതിക ശാസ്ത്രമായിട്ട് ഇങ്ങനെ ഇടപെടുന്നത്? താനാരാണെന്ന് അറിയാൻ. വൈശേഷികത്തിന്റെ വഴിക്ക് പോയി കണാദനോട് ചോദിക്കുക, കണങ്ങളെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആഴത്ത് പഠിക്കുന്നത്? പ്രപഞ്ചത്തിന്റെ ആകെപ്പൊരുളായിരിക്കുന്ന മൂലവസ്തുവായിരിക്കുന്ന ബോധം എന്തെന്ന് അറിയാൻ, ഞാൻ ആരാണെന്ന് അറിയാൻ എന്നുള്ള ഉത്തരം ഉണ്ടാവും. ഒരു ഭരതനാട്യം കളിക്കുന്ന ആളോട് നിങ്ങൾ പോയിട്ട്, എല്ലാ ഭരതനാട്യം കളിക്കുന്ന ആളോടും ചോദിച്ചിട്ട് കാര്യമില്ല, യഥാർത്ഥത്തിൽ ഭരതനാട്യത്തിന്റെ ഫിലോസഫി അഭ്യസിച്ചിരിക്കുന്ന തത്വചിന്താ പരിസരത്തിൽ വളർന്നിരിക്കുന്ന ഒരാളടുത്ത് പോയിട്ട് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ എന്തിനാ ഭരതനാട്യം കളിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും, ആത്മസാക്ഷാത്കാരം. ഒരു ചിത്രം വരയ്ക്കുന്ന ആളടുത്ത് പോയിട്ട് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ എന്തിനാണ് ചിത്രം വരയ്ക്കുന്നത്? ആത്മസാക്ഷാത്കാരത്തിന്. കവിത എഴുതുന്നത് ആത്മസാക്ഷാത്കാരം. ആത്മസാക്ഷാത്കാരമാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനപരമായ പോയിന്റ്. എന്നാൽ ഈ ആത്മസാക്ഷാത്കാരത്തെ മനസ്സിലാക്കാൻ, സെൽഫ് റിയലൈസ് ചെയ്യാൻ, സെൽഫിനെ റിയലൈസ് ചെയ്യാൻ, ആത്മത്തെ സാക്ഷാത്കരിക്കാൻ അനവധി നിരവധിയായിട്ടുള്ള മാർഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനവധി നിരവധിയായിട്ടുള്ള മാർഗങ്ങൾ ഭാരതത്തിലുണ്ടായി. അത് വൈദികമെന്ന ഒരു മാർഗാവട്ടെ, വേദവൃക്ഷമാകുന്ന ആ മഹാവൃക്ഷത്തിൽ ഉണ്ടായിട്ടുള്ള 4 അതിപ്രധാനമായിട്ടുള്ള ഋഗ്, യജസ്, സാമം, അഥർവം തുടങ്ങിയിട്ടുള്ള ആ മഹാമനുഷ്യപ്രജ്ഞ വേദരൂപത്തിൽ പ്രകടിതമായിരിക്കുന്ന ആ മഹാജ്ഞാനവൃക്ഷം, അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ബ്രാഹ്മണങ്ങളാവട്ടെ, സ്മൃതികളാവട്ടെ, പുരാണങ്ങളാവട്ടെ, ഇതിഹാസങ്ങളാവട്ടെ, ആരണ്യകങ്ങളാവട്ടെ, അവസാനം വേദാന്തം എന്ന പേര് പുകഴ്പെറ്റ ഉപനിഷത്തുക്കളാവട്ടെ, ഇങ്ങനെയൊരു മാർഗം ഉണ്ടായിരുന്നു. അതിന്റെ തന്നെ അംഗങ്ങൾ എന്ന പോലെ അതിന്റെ തന്നെ ഉപശാഖകളായി നിന്ന, അതിനെ പോഷിപ്പിച്ച് നിലനിന്ന ദർശനങ്ങളാവട്ടെ, അവയും ഈ ആത്മസാക്ഷാത്കാരത്തെ തരാൻ വേണ്ടി വിഭിന്നങ്ങളായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നാസ്തികങ്ങളായിട്ടുള്ള ദർശനങ്ങളാവട്ടെ. നാസ്തികങ്ങളായിട്ടുള്ള ദർശനങ്ങൾ എന്ന് പറയുന്ന സമയത്ത് എത്തീസ്റ്റിക് എന്ന് ആലോചിക്കരുത്. വേദത്തിന്റെ പ്രാമാണ്യത്തെ അംഗീകരിക്കാത്തതിനെയാണ് ഭാരതത്തിൽ നാസ്തികം എന്ന് വിളിച്ചത്. അപ്പൊ യുക്തിവാദികൾ നാസ്തികം എന്ന പേര്, നാസ്തികർ ആണ് അവരെന്ന് വിളിക്കുന്നത്, അവർ സ്വയം വിളിക്കുന്നതാണ്. ഭാരതത്തിൽ നാസ്തിക ചിന്ത എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വേദപ്രാമാണ്യത്തെ അംഗീകരിച്ചില്ല എന്നുള്ളൂ. ദൈവമില്ല എന്ന് പറഞ്ഞില്ല. ദൈവമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, നിരീശ്വരവാദപരമായ ദർശനങ്ങളുണ്ട്, ഇല്ല എന്നല്ല. രാംജി സ്റ്റെക്ക് ആയിട്ടുണ്ട്.
വിഷ്ണു കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. ആ, നെറ്റ്വർക്ക് ഉണ്ടോ? ഉം. അങ്ങനെ ജൈനമാവട്ടെ, ചാർവാകമാകട്ടെ, ബൗദ്ധമാകട്ടെ, ആജീവികമാവട്ടെ, അങ്ങനെ ഭാരതത്തിൽ ഒരുപാട് ദർശനങ്ങൾ ഉണ്ടായി. ഇവയെല്ലാം ആത്മാവിന് ദൈവത്തെ സാക്ഷാത്കരിക്കലല്ലേ വിഷയം. ദൈവത്തെ സാക്ഷാത്കരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ വേറെ വിഷയം. അതൊന്നും ഇവിടുത്തെ ചോദ്യമല്ല. അവനവൻ ആരാണെന്ന് അറിയോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഈ മണ്ണിൽ ജനിച്ച ഓരോ വ്യക്തിയും സഹജമായിക്കൊണ്ട് ആത്മസാക്ഷാത്കാരത്തെ തിരയുന്നുണ്ട്. താൻ ആരാണ് എന്ന് അന്വേഷിച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. താൻ ആരാണ് എന്നുള്ള അന്വേഷണം ഇവിടെ വളരെ ശക്തമായി നടന്നിട്ട്, അങ്ങനെ ഏറ്റവും ശക്തമായി നടന്ന വേദശാഖയിൽപ്പെടാത്ത ഒരു അന്വേഷണ പന്ഥാവിന്റെ പേര് തീർച്ചയായിട്ടും തന്ത്രം എന്നാണ്. വേദശാഖയുടെ പന്ഥാവിൽപ്പെടാത്ത പാരലായ ഒരു മാർഗത്തിന്റെ പേര് തന്ത്രം എന്ന്. അത് എവിടെ നിന്ന് ആരംഭിച്ചു, എങ്ങനെ ആരംഭിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളൊക്കെ എവിടെ നിന്ന് ആരംഭിച്ചു എന്ന ആ ഉത്തരത്തിൽ തന്നെയാണ് തന്ത്രവും ചെന്ന് നിൽക്കുക. നമ്മൾ എവിടെ നിന്ന് വന്നു? നമ്മൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നു. അമ്മയുടെ ഉദരത്തിൽ എങ്ങനെ വന്നു? ഇതാണ് ചോദ്യം. അമ്മയുടെ ഉദരത്തിൽ അച്ഛനിലൂടെ വന്നു. അമ്മയുടെ ഉദരത്തിൽ അച്ഛനിലൂടെ വരാൻ കാരണമായത് എന്ത്? അതാണ് ചോദ്യം. അതാണ് ആഴത്തിലുള്ള ചോദ്യം. ഞാൻ എവിടെ നിന്നാണ് ഉണ്ടായത്? തീർച്ചയായിട്ടും അമ്മയുടെ ഉദരത്തിൽ നിന്ന്, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന്. അങ്ങനെ ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരാൻ കാരണക്കാരനായത് എന്താണ്? അച്ഛൻ. അച്ഛനാണ് അതിന് കാരണക്കാരനായിട്ടുള്ള. അച്ഛൻ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നമ്മെ നിക്ഷേപിക്കുവാൻ കാരണമായിട്ടുള്ളത് എന്ത്? ഇതാണ് ചോദ്യം. ആ ചോദ്യമാണ് തന്ത്രത്തിന്റെ അടിസ്ഥാനപരമായ ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? കേൾക്കാമല്ലോ അല്ലെ? ക്ലിയർ അല്ലേ? ഓക്കെ. ആ ചോദ്യത്തിന്റെ അടിസ്ഥാനപരമായ ഉത്തരം ആണ് നമ്മൾ 10 മഹാവിദ്യകളിലൂടെ അന്വേഷിക്കുന്നത്. ആ ചോദ്യത്തിന്റെ അടിസ്ഥാനപരമായ ഉത്തരം ആ ആദിമ ചോദന എന്റെ ഉൽപാദനത്തിന് കാരണമായിരിക്കുന്ന ആദിമ ചോദന തന്നെ സമസ്ത പ്രപഞ്ചത്തിന്റെയും ഉൽപാദനത്തിനും കാരണമായിരിക്കും. അത് രണ്ടും ഒരേ ചോദനയാണ്, ഒരേ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ദ പ്രൈമൽ ഇൻസ്റ്റിങ്ക്റ്റ്. ആ പ്രൈമൽ സ്പന്ദശക്തി, ആദിമ സ്പന്ദനം, ആ സ്പന്ദനത്തെ തന്ത്രം 10 പേരുകളിൽ വിളിക്കുന്നു. ആ സ്പന്ദനത്തിന്റെ ഉദിപ്പും അതിന്റെ വളർച്ചയും അതിന്റെ നിൽപ്പും അതിന്റെ അവസാനമുള്ള പൂർണ്ണമായ വെളിവാകലും 10 മഹാവിദ്യകളിലൂടെ പറഞ്ഞിരിക്കുന്നു. അതിന്റെ ഉദിപ്പ് സൃഷ്ടിയാണ്, അതിന്റെ നിലനിൽപ്പ് സ്ഥിതിയാണ്, അതിന്റെ നിൽപ്പ് ഇല്ലാതെയാവലല്ല, നിൽപ്പ് സംഹാരമാണ്. നിൽപ്പിന് ശേഷമുള്ള അതിന്റെ ഒതുങ്ങൽ തിരോഭാവമാണ്. അതിനുശേഷം അതിന്റെ ആത്മപ്രകാശത്തെ വെളിവാക്കുന്ന അവസ്ഥ അനുഗ്രഹമാണ്. ഇതിനെ നമ്മൾ പഞ്ചകൃത്യങ്ങൾ എന്ന് വിളിക്കുന്നു. ശിവനെ പഞ്ചകൃത്യപരായണൻ എന്ന് വിളിക്കുന്നു. ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന സമയത്ത് നമ്മൾ പഞ്ചകൃത്യപരായണ എന്ന് ദേവിയെ വിളിക്കും. സൃഷ്ടിസ്ഥിതി സംഹാര തിരോഭാവ അനുഗ്രഹം. ഇത് ശൈവമായ ഒരു പന്ഥാവിൽ നോക്കിക്കാണുന്ന സമയത്ത്
ശിവന്റെ പഞ്ചകൃത്യങ്ങളായി കാണാം. എന്നാൽ ഇവിടെ ശാക്തമായൊരു പന്ഥാവിൽ നോക്കുന്ന സമയത്ത്, ശക്തിയുടെ വഴിയിൽ നോക്കുന്ന സമയത്ത്, ശൈവമായത് ഒരു ദർശനമാണ് എങ്കിൽ ആ ദർശനത്തെ സാക്ഷാത്കരിക്കുവാനുള്ള ഒരു പ്രാക്ടീസ് ആണ്, പ്രാക്ടിക്കൽ ടെക്നോളജിയാണ് ശാക്തതന്ത്രം. ഏതുപോലെ നീന്തുമ്പോൾ കൈകാലുകൾ ഉയർത്തിപ്പിടിച്ചാണ് നീന്തുക എന്ന് പഠിക്കുന്നത് തിയറിയാണ് എങ്കിൽ, വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നത് പ്രാക്ടീസ് ആണ്. വെള്ളത്തിലേക്ക് എടുത്ത് വെറുതെ ചാടിയ അതിനെ വിവരക്കേട് എന്നാണ് പറയാ. അങ്ങനെ വിവരക്കേട് എപ്പോഴാ പറ്റുക? ജലം എന്താണ് എന്നും ജലത്തിന് നമ്മളോട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും അറിയാതെ ഇരിക്കുന്ന സമയത്ത് ചെയ്യുന്നു. ഒരു കൊച്ചുകുട്ടി ജലത്തിൽ ചിലപ്പോൾ ചാടും. അത് ധൈര്യമായിട്ടാണ് നമ്മൾ പറയാ. ആ ഭയങ്കര ധീരനായ ഒരു കുട്ടി വെള്ളത്തിൽ ചാടി, എന്നിട്ടോ മുങ്ങി മരിച്ചുപോയി. ധീരതയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മുങ്ങി മരിച്ചുപോയി. ജീവിതത്തിൽ വെള്ളം കാണാത്ത ഒരാള് വെള്ളത്തിൽ കൂടെ നീന്തി വേണം അപ്പുറത്തേക്ക് പോവാൻ എന്ന് പറഞ്ഞത് കേട്ട ഉടനെ ആ മഹാകയത്തിലേക്ക് എടുത്ത് ചാടി മുങ്ങി മരിച്ചുപോയി. അയാളെ ധീരൻ എന്ന് നമ്മൾ വിളിക്കുവോ? ഒരിക്കലും വിളിക്കില്ല. വെള്ളത്തിൽ ചാടി കൈകാലിട്ട് അടിച്ച് എങ്ങനെയാ നീന്താന്നറിയാത്തവനെ നമ്മൾ ധീരൻ എന്ന് വിളിക്കുവോ? വിളിക്കില്ല. ജലം കൊല്ലുന്ന ഒരു സാധനമല്ലേ? എന്നാണ് ചോദ്യം. ജലം കൊല്ലുന്ന ഒരു സാധനമല്ലേ? ജലത്തിൽ നീന്താൻ അറിയില്ലെങ്കിൽ ജലം ആപത്തുണ്ടാക്കുന്ന ഒരു സാധനം. തന്ത്രവും അതുപോലെ, ശക്തി തന്ത്രങ്ങൾ പ്രത്യേകിച്ചും അതുപോലെ. അതുകൊണ്ടാണ് സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു, താനറിവില്ലാതെ യാതൊരുവനും സഞ്ചരിക്കരുതാത്ത പാതയുടെ പേരാണ് തന്ത്രം. ജലമാണ് മുന്നിലുള്ളത് എന്നറിയാതെ ജലത്തിലേക്ക് ചാടിയാൽ, ജലത്തിന് എന്നോട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നറിയാതെ ജലത്തിലേക്ക് പ്രവേശിച്ചാൽ, ജലം ശ്വാസകോശത്തിലൊക്കെ കടന്നു ചെന്നാൽ മരണത്തിന് കാരണമാകും എന്ന് അറിയാത്ത ഒരാൾക്ക് എന്തെല്ലാം അപകടം സംഭവിക്കാമോ ആ അപകടമൊക്കെ തന്ത്രത്തിന്റെ പന്താവിൽ സഞ്ചരിക്കുന്ന ഒരാൾക്കും സംഭവിക്കാം. എന്തുകൊണ്ട് സംഭവിക്കുന്നു? അയാൾക്ക് ജലത്തെക്കുറിച്ചും ജലത്തോട് ഇടപെടേണ്ട വിധം എന്താണ് എന്നും പൂർണ്ണമായും ബോധമില്ലാതെ ആയിപ്പോയിരിക്കുന്നു. അയാളെ നമ്മൾ വീരൻ എന്ന് വിളിക്കാറില്ല. അയാള് ഒരു പശു തന്നെയാണ്. എന്താ പശു? അയാള് ബോധത്തിന്റെ നിലവാരം ഉയരാത്ത ഒരാളാണ്. അങ്ങനെയുള്ള ആളുകൾ തന്ത്രത്തിന്റെ പന്ഥാവിൽ പോയിട്ട് അപകടം ഉണ്ടാക്കിയിട്ട് അയാൾ പറയാ, ജലം മഹാ അപകടകാരിയാണ്, ജലം നിരോധിക്കണം എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ബാലിശാണോ അത്രത്തോളം ബാലിശാണ് ഇതേക്കുറിച്ച് അറിവില്ലാത്ത ആളുകൾ ആ വകയിൽ പോയി ഉണ്ടാക്കുന്ന എല്ലാ അപകടങ്ങളും. അത് കണ്ടു നിൽക്കുന്ന ഒരാൾ പറയാ, എന്താ അല്ലേ ചെയ്യാ, അയാൾ വെള്ളത്തിൽ വീണ് മുങ്ങി മരിച്ചുപോയി, അതുകൊണ്ട് ആരും ഇനി എന്ത് ചെയ്യരുത്, വെള്ളത്തിന്റെ അടുത്തേക്ക് പോകരുത്. അയാൾ തന്ത്രമൊക്കെ ചെയ്തിട്ട് നശിച്ചുപോയി, അതുകൊണ്ട് ആരും എന്ത് ചെയ്യരുത്, തന്ത്രം പഠിക്കരുത്. അതിന് വാദമുണ്ട്. ആ വാദം എപ്പോഴാണ് ഉണ്ടാവുന്നത്? അറിവില്ലായ്മ ഉണ്ടാവുമ്പോ. ഇവിടെ നമ്മൾ ഈ 5 ദിവസത്തിൽ ദശമഹാവിദ്യ എന്ന് പറയുന്ന അപകടകരങ്ങളായ, ജലം ചെറിയ കാര്യമാണ്, ഇതല്ല, ഇത് അഗ്നിയാണ്. അപകടകരങ്ങളായ 10 മഹാവിദ്യകളിലൂടെ സഞ്ചരിക്കുക. അതിനെ വളരെ ക്രമബദ്ധമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ ധ്യാനങ്ങളെ പരിശീലിക്കുകയും ചെയ്യാം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ
3-4 ബാച്ചിലുള്ള ആൾക്കാരൊക്കെ റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവരൊക്കെ കാണുന്നുണ്ട് ഞാൻ അതിൻ്റെ അകത്ത്. അവർക്കൊക്കെ അത് പരിചയം ഉണ്ടാവും. അപ്പം അപകടകരങ്ങളായ ഈ 10 വിദ്യകളെ എപ്രകാരമാണോ ഒരു ജലം മനുഷ്യന് ഉപയോഗത്തിലായി വരുന്നത്, ഏറ്റവും ഉപയോഗത്തിലായി വരിക, നീന്തൽ അറിയാത്ത കാലത്ത്, നിങ്ങൾക്ക് നീന്തൽ അറിയുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത് ഒന്ന് ആലോചിച്ചാൽ മതി. നീന്തൽ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇത്ര വെള്ളം വന്നാൽ മതി ശ്വാസം മുട്ടാൻ, അല്ലേ? നീന്തൽ അറിയാത്ത ഒരാൾക്ക് അറിയാതെ വെള്ളത്തിൽ ഇറങ്ങി ഇത്ര വെള്ളം വന്നാൽ മതി ശ്വാസം മുട്ടാൻ. നീന്തൽ അറിയുന്ന ആളോ വെള്ളത്തിൽ ചാടി ഊളിയിട്ട് പോയി അതിന്റെ അടിയിലൊക്കെ പോയി ഇരിക്കുകയൊക്കെ ചെയ്യും. അയാളുടെ ആസ്വാദ്യകരമായ ഒരു കളിത്തോഴിയാണ് അവിടെ ജലം. ശരിയല്ലേ? അയാൾക്ക് ഏറ്റവും രസമുള്ള സ്ഥലം ജലാണ്. നീന്തൽ അറിയാതാക്കോ പശുലോക ഭയങ്കരി. പശുലോകത്തുള്ളവർക്ക് തന്ത്രം ഭയങ്കരമാണ്, അപകടം പിടിച്ച വഴിയാണ്. എന്നാലോ നീന്തൽ അറിയുന്ന ഒരാൾക്കോ, വീരന്മാർക്കോ വീരഗോഷ്ഠി പ്രിയ, വീരഗോഷ്ഠി ഇഷ്ടപ്പെടുന്ന ആളാണ്. നമ്മൾ ജലത്തിലേക്ക് തല കുത്തി മറിഞ്ഞതിൽ ദേഷ്യം പിടിച്ച് ജലം നാളെ നമ്മളെ മുക്കിക്കൊല്ലുമോ? ഇല്ല. ജലത്തിലേക്ക് അവൻ വന്നിട്ട് തല കുത്തി മറയുന്നതിൻ്റെ അകത്ത്. ജലം അവിടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായി മാറും. അതുപോലെ തന്ത്രം അതിൻ്റെ ഏറ്റവും മനോഹരങ്ങളായിട്ടുള്ള, എപ്പോ മനോഹരങ്ങളാവുക? അതിനറിഞ്ഞാൽ. ധൂമാവതി എന്ന് പറയുന്ന ദേവതയൊക്കെ ഉണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളവർക്ക് അറിയാം. നമ്മൾ മുഖത്തേക്ക് നോക്കൂല, അമ്മാര് ദേവതയാ. ആ ദേവതയൊക്കെ കളിത്തോഴിയാവുക സാധകന്, അയാൾ അതുമായി രസിക്കുക. ഈ പറഞ്ഞ 10 മഹാവിദ്യകൾ നോക്കിയാലും സത്യസന്ധമായി പറഞ്ഞ ഒരാളെയും നമ്മൾ മുഖമുയർത്തി നോക്കുകയില്ല. ഭദ്രകാളിയൊക്കെ മുഖമുയർത്തി നോക്കാൻ പറ്റുമോ ഒരാൾക്ക്? അത്ര ഭീഷണമായ ഭാവ. പണ്ടൊക്കെ കേരളത്തിലെ എല്ലാ വീടുകളിലും ഭദ്രകാളിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു, എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, നല്ലൊരു ശതമാനം വീട്ടിലും ഭദ്രകാളിന്റെ ഫോട്ടോ വീട്ടിന് മുമ്പ് തന്നെ ഉണ്ടാവും. ഇപ്പൊ ഒറ്റ വീട്ടിലും ഇല്ല. എന്താ വെക്കാത്തത്? ജ്യോത്സ്യന്മാരൊക്കെ പറയും. ജ്യോത്സ്യന്മാർ പറയണ്ട, നമ്മൾ തന്നെ സ്വയം വിചാരിക്കും ഇതിനൊന്നും വീട്ടിൽ വെക്കാൻ പറ്റൂല, ഭീകരമൂർത്തികളാണ് എന്ന് പറഞ്ഞ് ഇതിനെയൊക്കെ എടുത്ത് കളഞ്ഞിനൊക്കെ ഭയപ്പാടോടുകൂടി മാറ്റി നിർത്തി. പണ്ട് സാധകര് കാളി എന്റെ കുലദേവതയായിട്ട് കൂടെ നടന്നിരുന്നവർ, ധൈര്യമുള്ള ജനതയാക്കി നമ്മളെ കൂടെ നടത്തിയാണ്. ഇപ്പോഴോ ഭയപ്പെടുത്തി 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 അതിനെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി കളഞ്ഞിരിക്കും. അങ്ങനെ അകറ്റി കളഞ്ഞ ഈ ജനത പല ബുദ്ധിമുട്ടും അനുഭവിക്കുന്നുണ്ട്. ഏതുപോലെ? വെള്ളത്തിലൊന്നും പോണ്ടട്ടോ, വെള്ളം കുടിച്ച് മുങ്ങി മരിച്ചു പോകും എന്ന് നമ്മൾ നിരന്തരം നമ്മുടെ കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താ? ആ കുട്ടി മുട്ടൊപ്പമുള്ള വെള്ളത്തിൽ വീണ് മരിക്കും എന്നുള്ളതാണ്. നേരെ മറിച്ച് നീ ജലത്തിനോട് ഇടപെട്, നീ നീന്തൽ പഠിക്ക് എന്ന് പറഞ്ഞാൽ ആ കുട്ടി സ്വാമി വിവേകാനന്ദനെ പോലെ കടല് ചാടി നീന്തിപ്പോയി സ്വന്തം അസ്തിത്വത്തെ സ്ഥാപിക്കാൻ കെൽപ്പുള്ള ഒന്നായിട്ട് മാറും. നമ്മളൊരു ചോയ്സാണ്. ഈ ചോയ്സ് നമ്മൾ എടുക്കണമെന്നുള്ളത്. അതുകൊണ്ട് തഥാഗത, അഭിനവോക്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ശൈവ വിഷയങ്ങളുടെ ഒപ്പം ശാക്ത വിഷയങ്ങളെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി സമീപിക്കണം എന്ന് വിചാരിക്കുന്നത് അക്കാഡമിക്കലായ ഒരു ഇൻട്രസ്റ്റിന്റെ പുറത്തല്ല. ശൈവ വിഷയങ്ങൾ തീർച്ചയായിട്ടും പ്രചരിപ്പിക്കുന്നത് നമ്മുടെ ഒരു അക്കാഡമിക്കൽ ഇൻട്രസ്റ്റ് കൊണ്ടുകൂടിയാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോ ഭാരത സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മുടെ ചില അക്കാഡമിക് റിക്വയർമെന്റ്സിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് കാലങ്ങൾക്കുള്ളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളെ അക്കാദമികമായി ആളുകളെ പഠിപ്പിക്കണം എന്നുള്ളൊരു റിക്വയർമെന്റ്, ഒരു അക്കാഡമിക് റിക്വയർമെന്റ് ഉണ്ട്. അത് നമ്മുടെ സ്ഥാപനത്തിന്റെ
ഒരു അക്കാദമിക ലക്ഷ്യ. ദശമഹാവിദ്യ നമ്മുടെ ഒരു അക്കാദമിക ലക്ഷ്യമല്ല, സാമൂഹിക പ്രതിബദ്ധത. മറ്റൊന്നുമല്ല, തന്ത്രത്തിലെ ഈ മഹാവിദ്യകളെ, സൃഷ്ടിസ്ഥിതി സംഹാര തിരോഭാവ അനുഗ്രഹാദികളായി നിൽക്കുന്ന ഈ 5 കൃത്യങ്ങളിലൂടെ കാളി, താര, ഭൈരവി, ഭുവനേശ്വരി, ഷോഡശി, ബഗല, ചിന്നമസ്ത, ധുമാവതി, മാതങ്കി, കമല എന്ന 10 ദേവതാഭാവങ്ങളിലിരിക്കുന്ന മനുഷ്യന്റെ ആദിമ സ്പന്ദനമായിരിക്കുന്ന ചോദനയെ ഉണർത്താൻ പര്യാപ്തമായിരിക്കുന്ന, അറിവാഗ്രഹിക്കുന്നവർക്ക് അറിവും, ബലം ആഗ്രഹിക്കുന്നവർക്ക് ബലവും, സമ്പത്ത് ആഗ്രഹിക്കുന്നവർക്ക് സമ്പത്തും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്തെല്ലാമായിരുന്നോ നമ്മുടെ സമ്പന്നതയുടെയും ഐശ്വര്യത്തിന്റെയും ആധാരമായിരുന്നത്, അതിനെല്ലാം പ്രദാനം ചെയ്ത ആ 10 മഹാവിദ്യകളെ ലോകത്തിനായി കൊണ്ട് പറയുക എന്നുള്ളത് നമ്മുടെ ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ഈ ക്ലാസ് നടത്തുന്നത്. അതുകൊണ്ട് ഇനിയുള്ള 5 ദിവസങ്ങൾ നമുക്ക് ഈ മഹാവിദ്യകളിലൂടെ സഞ്ചരിക്കാം. ആ മഹാവിദ്യകളുടെ ധ്യാനത്തെ അറിയാം, ആ ധ്യാന പദ്ധതികളെ മനസ്സിലാക്കിയെടുക്കാം, ആ ദേവതകളുടെ സ്വഭാവത്തെ അറിയാം, ആ ദേവതകൾ നാമുമായി എങ്ങനെയെല്ലാം ഇടപെടുന്നു, അതെങ്ങനെ നമ്മുടെ അടിസ്ഥാന ആന്തരിക ചോദനയായി വർത്തിക്കുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. കുറെ പേരൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകൾക്കൊക്കെ ശേഷം പല മഹാവിദ്യകളെയും തെരഞ്ഞ് ആ വഴിക്കൊക്കെ സഞ്ചരിക്കുന്നവരുണ്ട്. ഇതിനകത്ത് തന്നെ ഞാൻ കാണുന്നുണ്ട് കുറെ പേരെയൊക്കെ. അവരൊക്കെ വീണ്ടും ഈ ക്ലാസ് കേൾക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ആദ്യത്തെ ക്ലാസ് മാത്രമല്ല, നിങ്ങൾ ഇതുവരെ 3-4 ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഇഷ്ടപ്രകാരം എല്ലാ ക്ലാസ്സുകളും കേൾക്കണം. കൂടുതൽ കൂടുതൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തണം എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. നാളെ മുതലാണ് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ 10 മഹാവിദ്യകളെ മനസ്സിലാക്കിയെടുക്കാനുള്ള, അതിൻ്റെ സാങ്കേതികത്വങ്ങളെ മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു യാത്രയിലാണ്. ആ യാത്ര എല്ലാവർക്കും സാധനാപരമായും മാനസികമായും വൈകാരികമായും ഏറ്റവും നല്ല ഫലങ്ങൾ നൽകട്ടെ എന്ന് പരാശക്തിയോട് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു ചെറിയ ഒരു ഇനിഷ്യേഷൻ ഉണ്ട്, എല്ലാവരും ഒന്ന് ചെയ്യണം. അതിനുശേഷം നമുക്ക് നാളെ നമ്മൾ ഹ്രീംകാരം, ഹ്രീം, ഹ രാ ഈം, ഹ്രീം, ഹ്രീംകാരം ഒന്ന് ഉച്ചരിച്ച്, ഞാൻ പറയുന്നത് പോലെ ഉച്ചരിച്ച് ഒന്ന് ആ പദ്ധതിയിലേക്ക് ഇനിഷ്യേറ്റ് ആവണം. അതിനുശേഷമാണ് നമ്മുടെ ക്ലാസ്സിൽ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവുക. ഓരോ ദേവതകളുടെയും ബീജമന്ത്രങ്ങൾ വ്യത്യസ്തമാണ്. ആ ബീജമന്ത്രങ്ങളുടെയൊക്കെ ആധാരമായിരിക്കുന്നത് ഹ്രീംകാരം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക, ദീർഘമായൊരു ശ്വാസത്തെ എടുക്കുക. ഞാൻ പറയുന്ന പോലെ 3 തവണ ചെയ്യുക. നമ്മുടെ ആനൽ റീജിയൻ, നമ്മുടെ ഗുദത്തെ മുകളിലേക്ക് സങ്കോചിപ്പിച്ചുകൊണ്ട് 3 തവണ ഹുംകാരം പുറപ്പെടുവിക്കുക. ഹും എന്ന് പറയുന്ന സമയത്ത് ഗുദത്തെ സങ്കോചിപ്പിക്കണം. കോൺട്രാക്ട് യുവർ ആനസ്. ഹും എന്ന് ആ ശ്വാസം പുറത്തേക്ക് വിട്ടുവരണം. ഹും. അടുത്ത് എടുക്കുന്നതിന് മുമ്പേ അതിനെ റിലീസ് ചെയ്യണം. വീണ്ടും ഹുംകാരം പറയുന്ന സമയത്ത് അതിനെ കോൺട്രാക്ട് ചെയ്യണം. അടുത്തത് എടുക്കുന്നതിന് മുമ്പേ റിലീസ് ചെയ്യണം. വീണ്ടും ഹുംകാരം പറയുന്നതിന് മുമ്പേ കോൺട്രാക്ട് ചെയ്യണം. അടുത്തെടുക്കുന്നതിന് മുമ്പേ റിലീസ് ചെയ്യണം. അങ്ങനെ 3 തവണ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഹ്രീംകാരം ചെയ്യുക. ശിവപ്രണവമായ ഹുംകാരമാണ് നമ്മൾ ആദ്യം ജപിക്കുന്നത്. എല്ലാവരും കണ്ണുകൾ അടച്ചിരിക്കുക. കാലുകൾ പരമാവധി നിലത്ത് പതിച്ചു വെക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ആനസിലേക്ക്, ഗുദത്തിലേക്ക് കൊണ്ടുവരിക. ജന്മാഗ്രം എന്നാണ് പറയാ.
ജന്മാഗ്രത്തിലേക്ക് കൊണ്ടുവരിക. 3 തവണ നമ്മൾ ഹുംകാരം പറയേണ്ടതായിട്ടുണ്ട്. ശ്വാസം ഉള്ളോട്ട് വലിക്കുക. ആ സമയത്ത് റെക്ടം, നിങ്ങളുടെ ആനസ് ഉള്ളിലേക്ക് സങ്കോചിപ്പിക്കുക. ഹും എന്ന് പറയുന്ന സമയത്ത് റിലീസ് ചെയ്യുക. ഹും ഹും ഹും. വളരെ ശക്തിമത്തായിട്ട് വേണം അത് ചെയ്യാൻ. ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള അവസ്ഥയെ ശ്രദ്ധിക്കുക. ദീർഘമായൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. നിങ്ങളുടെ ജന്മാഗ്രത്തിന് മുകളിലായി മൂലാധാര സ്ഥാനത്ത്, ബുധലിംഗങ്ങൾക്ക് മധ്യേ, നട്ടലിന്റെ ഏറ്റവും താഴ്ന്ന സ്ഥാനത്ത് കുണ്ടലിനി ശക്തി ഇരിക്കുന്ന മൂലാധാരത്തിന്റെ മധ്യത്തിൽ ശ്രദ്ധയെ കൊണ്ടുവരിക. അവിടെ നിന്ന് ഒരു പ്രാദുർഭാവമായ ഒരു പ്രൈമോഡിയൽ ബീറ്റ്, ഒരു പ്രൈമോഡിയൽ ത്രോബ് എന്നൊക്കെ പറയാവുന്ന സ്പന്ദശക്തിയുടെ ആരംഭത്തെ ഹ്രിങ്കാരമായി കാണുക. അത് മുകളിലേക്ക് ഉയർന്നു വരുന്നതായി അറിയുക. ശ്വാസം ഉള്ളോട്ട് എടുക്കുക. ശ്രദ്ധ പൂർണ്ണമായി മൂലാധാരത്തിലേക്ക് കൊണ്ടുവരിക. ഹ്രീ. നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും നിങ്ങളുടെ നട്ടലിലേക്ക് കൊണ്ടുവരിക. നട്ടലിനുള്ളിലൂടെ സഞ്ചരിക്കുന്ന സെൻസേഷനുകളെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ 2 പെരുവിരലുകളും നിങ്ങളുടെ ചെവിക്ക് അകത്ത് ഇട്ട്, ചെവിക്ക് ഉള്ളിലേക്ക് കയറ്റണ്ട, ചെവിക്ക് തൊട്ട ആ നമ്മുടെ കാതിലൊക്കെ തൂക്കുന്ന അതിന് തൊട്ട് മുകളിലുള്ള ആ കുഴിഞ്ഞിരിക്കുന്ന ഭാഗം, ചെവിക്കുള്ളിൽ കുഴിഞ്ഞിരിക്കുന്ന ഭാഗം അവിടെ പിടിക്കുക. ഹ്രിങ്കാരം ഉച്ചരിക്കുന്ന സമയത്ത് അവിടെ പിടിക്കുക പറഞ്ഞാൽ അതിലേക്ക് വിരല് കടത്തി പിടിക്കുക. അതായത് താഴേക്ക് അതിനെ വലിക്കാൻ ഭാഗത്തിന് പിടിക്കുക. ആ സോഫ്റ്റ് ഭാഗത്തല്ല, നിങ്ങൾ ചെവിക്കുള്ളിൽ കൈയിട്ട് ചെവി ആരംഭിക്കുന്ന ഭാഗത്തുള്ള കുഴിഞ്ഞ ഭാഗത്തിൽ കൈവച്ച് അതിനെ താഴേക്ക് വലിക്കാൻ ഭാഗത്തിൽ, കുറച്ച് വേദനയാവും, താഴേക്ക് വലിക്കാൻ ഭാഗത്തിൽ കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്തിൽ കൈയിട്ട് ഇങ്ങനെ തമ്മിട്ട് പിടിക്കുക. താഴേക്ക് വലിക്കണ്ട. ഹ്രിങ്കാരം ഉച്ചരിക്കുന്ന സമയത്ത് നിങ്ങൾ ഹ്രിങ്കാരം നീട്ടി ഉച്ചരിക്കുക. ഒരു 20 സെക്കൻഡെങ്കിലും എടുത്ത് ഹ്രിങ്കാരം നീട്ടി ഉച്ചരിക്കുക. ആ സമയത്ത് ആ ഭാഗം താഴേക്ക് അമർത്തി പിടിക്കുക. ഏറ്റവും എത്ര അമർത്താൻ പറ്റുമോ അത്രയും അമർത്തി പിടിക്കുക. ഞാൻ 1 എന്ന് പറയുന്ന സമയത്ത് ഹ്രിങ്കാരത്തോടു കൂടെ അത് ചെയ്യാം. റിലീസ്. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ നട്ടലിലേക്ക് കൊണ്ടുവരിക.
നട്ടെല്ലിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്ന ആ ചോദനകളെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ശാന്തി, സമാധാനം, സൗഖ്യം എന്നിവ ശ്രദ്ധിക്കുക. വളരെ പതുക്കെ പുഞ്ചിരിയോടുകൂടി കണ്ണുകൾ തുറക്കും. ക്ലാസ്സിൻ്റെ ഒരു റിക്വയർമെന്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ എന്നുള്ളതാണെങ്കിൽ അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ചോദ്യോത്തരങ്ങളൊക്കെ നാളെ ക്ലാസ്സിൽ ആവാം. നമുക്ക് 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെയാണ് ക്ലാസ് ഉണ്ടാവുക. അതിൽ 2 ഭാഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് അതിൻ്റെ ജ്ഞാനഭാഗമാണ്, 2 അതിൻ്റെ കർമ്മഭാഗമാണ്, ക്രിയാഭാഗമാണ്. ജ്ഞാനഭാഗത്ത് തീർച്ചയായിട്ടും ആ ദേവതയെക്കുറിച്ചുള്ള അറിവ്, അതിൻ്റെ വിവിധ മാനങ്ങൾ എന്നിവയായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെ ക്രിയാഭാഗത്ത് അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് എന്ന് നാം പറയാവുന്ന ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ട മെഡിറ്റേറ്റീവ് ടെക്നിക്കായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ 2 ഭാഗങ്ങൾ. അതിനുശേഷം നമുക്ക് ചോദ്യോത്തരങ്ങൾക്കായിട്ടൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ക്ലാസ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും കൃത്യസമയത്ത് തന്നെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. റെക്കോർഡിങ്സ് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റെക്കോർഡിങ്സ് ഉണ്ടാവും, എന്നാലും പരമാവധി ലൈവായിട്ട് തന്നെ ചെയ്യുക. ചില കാര്യങ്ങൾ ചില ദിവസം, ഈ കാലഘട്ടം നവരാത്രി ആയതുകൊണ്ടൊക്കെ ചില ദിവസങ്ങളിൽ ചില പ്രാധാന്യമുള്ള ദിവസങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആ ദിവസമൊക്കെ ചിലപ്പോൾ ഞാൻ പറയുന്നുണ്ടാവും. അപ്പോൾ ആ ദിവസം പിറ്റേ ദിവസങ്ങളിൽ റെക്കോർഡിങ് കേട്ടാൽ ചിലപ്പം കിട്ടാതെയാവും. പരമാവധി ആ ദിവസം തന്നെ കേൾക്കാൻ നോക്കുക. 5 ദിവസമല്ലേ ഉള്ളൂ. 5 ദിവസം എങ്ങനെയെങ്കിലും പരമാവധി ആ സമയത്ത് തന്നെ കേൾക്കാൻ നോക്കുക. കാരണം ചില പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ചിലത് ചിലപ്പോൾ കോയിൻസൈഡ് ചെയ്ത് വരും. അപ്പം അതിൻ്റെ ഗുണം പിറ്റേ ദിവസത്തേക്ക് ആക്കണ്ട എന്നുള്ളതുകൊണ്ട് പറയുന്നതാണ്. ഇപ്പം അങ്ങനെ കേട്ടാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പരമാവധി അത് ആ സമയത്ത് തന്നെ കേൾക്കുന്നത് നല്ലതാണ്. ഇതിലും നല്ലൊരു കാലഘട്ടം നമുക്ക് ഇനി കിട്ടാനില്ല. ഇനി അടുത്ത വർഷമേ ഉള്ളൂ ഈ ഒരു താരയുമായി ചേർന്ന് പോകുന്ന മഹാവിദ്യകളിലെ താരയുമായി ചേർന്ന് പോകുന്ന ഒരു നവരാത്രി നമ്മുടെ ക്ലാസ്സുമായി കോയിൻസൈഡ് ചെയ്ത് വരുന്നുണ്ട്. ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. എന്തായാലും എല്ലാവർക്കും നമസ്കാരം. നാളെ മുതൽ നമുക്ക് വലിയ സഭയ്ക്ക് ആരംഭിക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ എല്ലാവരും ഈ ക്ലാസ്സുകളിൽ ഉണ്ടാവും എന്ന് എനിക്കറിയാം. ഞാൻ വീണ്ടും പറയാണ്, ഇതിൽ തന്നെ കുറേ പേരെ കാണുന്നുണ്ട്. അവരൊക്കെ ഉണ്ടായാൽ നല്ലത്. കൂടുതൽ ആഴത്തിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരവസരം നമുക്കുണ്ട്. എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആദ്യത്തെ ദശമഹാവിദ്യ മുതൽ ഇതുവരെ കേട്ട എല്ലാവരും ഇതിലും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമഃശിവായ. ശുഭരാത്രി.